എനിക്ക് വിഷമം ഉണ്ടായത് ഞാൻ എൻ്റെ ഇൻസ്റ്റ നോക്കി നമ്മളൊരു പയ്യനാണ് പ്രദീപ് എന്ന് പറയും. അവൻ ഇങ്ങനെ ഒരു കമന്റ് കണ്ട് ഇങ്ങനെ ഒരു സാധനം വന്നു. ഞാൻ പറഞ്ഞാ എന്താണ് അങ്ങനെ വൈഫിന്റെ മൊബൈലിൽ കയറി ഞാൻ നോക്കി. ബെൻസിൽ വന്നിറങ്ങി ഫസ്റ്റ് തന്നെ ഇവൻ ബെൻസിന്റെ വില കളഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്താണ്, ഞാൻ അവന്റെ ഇതെടുത്ത് വെച്ച് ഞാൻ നോക്കി എന്തിനാ ഇങ്ങനെ ബെൻസിന്റെ വില കളയാൻ കാരണം ഞാൻ എന്താ ഇതെന്തെന്ന് അറിയാമോ, ഇവര് തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഇവര് തന്നെ ഫസ്റ്റ് കമന്റ് ഇടും. അല്ല പുള്ളി പറഞ്ഞാൽ കറക്റ്റാണ് കേട്ടാ, എനിക്ക് ബെൻസ് വാങ്ങാനുള്ള ഒരു യോഗ്യതയില്ല, ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന BMW. ഗൗരിയുടെ ഒരു സോങ്ങിന് കുറെ ആളുകൾ ഇടയ്ക്ക് ട്രോൾസ് ഉണ്ട്, നല്ല രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കാര്യങ്ങളൊന്നുമില്ല. അവരവരുടെ ലൈഫിന്റെ സ്ഥലത്തുനിന്ന് അവരവർ ഇത് പുറത്തോട്ട് തുപ്പുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന, ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബുള്ളിങ് ആയിട്ടുള്ള ഹെയ്റ്റ് സ്പീച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ ഇടുന്ന ആളുകളുടെ ലൈഫിന്റെ അവസ്ഥയെക്കുറിച്ച് അങ്ങനെയാണ്. മമ്മൂക്ക ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും മമ്മൂക്ക ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ മിന്നി പറയാറുണ്ട്. പുള്ളി പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന കാണുമ്പോൾ എപ്പോഴെങ്കിലും നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഒക്കെ ഇല്ല, നേരത്തെ പറഞ്ഞിട്ടില്ല. ഇത് പറയുമ്പോൾ തന്നെ പുള്ളി അറിയും, കാരണം അമ്മാതിരി അപ്ഡേറ്റ് ഉള്ള മനുഷ്യരാണ്. അദ്ദേഹം കണ്ടി കാണും. അല്ല, ഞാൻ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ചെയ്തു പോയ ക്യാരക്ടറെല്ലാം അദ്ദേഹത്തിനോട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും. ബോളിവുഡിലേക്കാണ് താരങ്ങൾ എയർപോർട്ടിൽ പോകുമ്പോഴും പറഞ്ഞാൽ അവർ പിടിച്ച ഫോട്ടോ എടുക്കും. ഇപ്പൊ ഹിന്ദിയിലാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ സത്യം പറഞ്ഞ ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്തവരാണ് സത്യം പറഞ്ഞ. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇടി മഴ കാറ്റ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് മൂവിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. നമ്മുടെ കൂടെ ഉള്ളത് മ്യൂസിക് ഡയറക്ടർ ആൻഡ് സിംഗർ ഗൗരി ലക്ഷ്മി, നമ്മുടെ സ്വന്തം അസീസുക്ക, സെന്തിൽ കൃഷ്ണ ആൻഡ് ദ പ്രൊഡ്യൂസർ ജിഷ്ണു. ഹലോ, എന്തൊക്കെയാണ് വിശേഷം? സുഖം, നല്ല വിശേഷം. വേനൽ തുടങ്ങിയ സമയത്ത് നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇടി മഴ കാറ്റ് വെച്ചേക്കുവാണേ. എന്താണ് സിനിമയുടെ വിശേഷങ്ങൾ? ഇടിമഴക്കാറ്റ് ഈ പേരിൽ കാണുന്ന പോലത്തെ ആ ഈ സാധാരണ ഇടിയും മഴയും അത് അല്ല അല്ലേ? ആ ഇടിയല്ല, അതല്ല ഇടി. അതുകൊണ്ട് ഇത് വേനൽക്കാലത്ത് എന്നൊന്നുമില്ല, ഇത് ഏത് സമയത്തും മനുഷ്യരിലുണ്ടാവുന്ന ഒരുതരം അതെ ഇടി മഴക്കാറ്റാണ്. ഒരുതരം ശ്രീനാഥിന്റെ ഒരു ഡയലോഗ് എന്റെ തലക്കകത്ത് അതാണല്ലേ സംഭവം? എല്ലാ മനുഷ്യന്മാരുടെ തലയിലും ഇടി മഴ കാറ്റുണ്ടാവാറുണ്ട്. കാരണം ഇടി എന്ന് പറഞ്ഞാൽ അകത്തും പുറത്തും എല്ലാം ഇടി മഴ കാറ്റ്. മഴയെന്ന് പറയുമ്പോൾ അത് തീരുന്ന ഒരു സംഭവമാണ്, ഒരു സമാധാനത്തിന്റെ മഴ. അങ്ങനെയാണ്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ അങ്ങനെ എടുത്തു ചോദിക്കാൻ കാരണം, ഏതൊരു ഷൂട്ടിംഗ് സെറ്റിന്റെ എന്തെങ്കിലും ഒരു കഥ പറഞ്ഞായിരിക്കും അസീസ്ക അതൊന്ന് സെറ്റ് ആക്കുന്നത്. അപ്പൊ എന്തായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ? ഇവിടെ അങ്ങനെ കഥയായിട്ടൊന്നുമില്ല. കാരണം ഈ ഭാഷ പഠിക്കാനുള്ള ഒരു വെപ്രാളത്തിലും ടെൻഷനിലും. അല്ല, ഇത് പാലക്കാട്, ഞങ്ങൾ പാലക്കാടാണ്. പാലക്കാട് ഭാഷ പഠിക്കാനുള്ള ഒരു ഇതില് ഞങ്ങള് എൻജോയ്മെന്റ് ഒക്കെ കുറവായിരുന്നു. അല്ലേ? ഇല്ല, ഞങ്ങൾ എൻജോയ് ചെയ്തു. പക്ഷെ അതിലൊരു രസമുണ്ടല്ലോ, നമ്മുടെ ഈ പാലക്കാടുള്ള കുറെ ആൾക്കാർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ഭാഷയുടെ ഇതിന്റെ സ്ലാങ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോ ഞങ്ങൾ മൊത്തത്തിൽ ഞങ്ങൾ എൻജോയ് ചെയ്തില്ലേ? നമ്മള് ഞാൻ ചെയ്തില്ല. എന്തായാലും നിങ്ങളുടെ ഇടയിൽ ഒരു സ്ത്രീ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് പെട്ടെന്ന് ഗൗരിയിലേക്ക് നിങ്ങൾ മീൻസ് മ്യൂസിക് കമ്പോസിഷനും ഞങ്ങൾ ആർട്ടിസ്റ്റുകളാണ്. അല്ല, ചൂസ് ചെയ്യാനുള്ള എനിക്കല്ലേ ഗൗരിയുടെ സോങ് ഒക്കെ മുന്നേ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഇവര് ഡയറക്റ്റ് ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് നമ്മൾ ഗൗരി തന്നെ ഫസ്റ്റ് ചെയ്തത് നമ്മളെ മൂവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം വളരെ നന്നായി വന്നിട്ടുണ്ട്. ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു മൂവി മ്യൂസിക്, ലിറിക്സ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആദ്യമായിട്ട് ചെയ്യാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാനും ഗണേഷും കൂടെ, ഗണേഷ് ഹസ്ബൻഡ് മണ്ടറും കൂടെ ഗണേഷാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മോസ്റ്റ്ലി ഇരുന്നിട്ടുള്ളത്. തീംസിലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും ഇൻവോൾവ് ആയിരിക്കുന്നത്. മ്യൂസിക് ആൻഡ് ലിറിക്സ് ഞാൻ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഫുൾ ഫ്ലെഷ് ചെയ്യുന്ന ഒരു ആദ്യത്തെ പടമാണ്. എന്തായാലും ഞാൻ കേട്ടിരുന്നു ഒരു പാട്ട്, ഞാൻ നന്നായിട്ട്, നല്ല രസമുണ്ട്. എന്തായാലും നന്നാവട്ടെ. അപ്പം അസീസ്ക കാണുമ്പോൾ എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ചെയ്യുന്നത്, എവിടെ പറഞ്ഞാലും അസീസ്ക പറഞ്ഞു കേട്ടിട്ടുണ്ട് മമ്മൂക്ക ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും മമ്മൂക്ക ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ മിന്നി പറയാറുണ്ട്. പുള്ളി പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന കാണുമ്പോൾ എപ്പോഴെങ്കിലും നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഒക്കെ ഇല്ല, നേരത്തെ പറഞ്ഞിട്ടില്ല. ഇത് പറയുമ്പോൾ തന്നെ പുള്ളി അറിയും, കാരണം അമ്മാതിരി അപ്ഡേറ്റ് ഉള്ള മനുഷ്യരാണ്. അദ്ദേഹം കണ്ടി കാണും. അല്ല, ഞാൻ പറഞ്ഞത് ശരിയാണ്. നമ്മൾ
ചെയ്തു പോയ ക്യാരക്ടറെല്ലാം അദ്ദേഹത്തിനോട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും. ഞാൻ ഈ ആൾക്കാർ കുറ്റം പറയുന്നത് വെച്ചാൽ കമന്റ്സ് ഇടുന്നതിനെ പറ്റി പറയുന്നു. അപ്പോൾ അസീസ്ക ഇപ്പം വളർന്നു വരുന്ന അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്നുള്ളതിനൊരു എന്താ പറയാ, അതിനുള്ള ഒരു അർത്ഥമായിരിക്കും. ഉദാഹരണം എന്നല്ല പറയാ, അതിന് എക്സാമ്പിൾ ആയിരിക്കും. എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്നു വല്ലാണ്ടും തോന്നുന്നുണ്ടോ ഇടയ്ക്ക്? ഇല്ല, തോന്നിയിട്ടില്ല. സീരിയസ്ലി. അപ്പൊ എന്താ തോന്നാറ് ആൾക്കാരെ? നേരത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കോമഡി ഷോസ് ആണെങ്കിലും അല്ലാണ്ടും ഒക്കെ ചെയ്ത സമയത്ത് വലിയൊരു സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെങ്ങനെ, അതിലും കൂടുതൽ ഉപരിയാണോ ആൾക്കാർ? ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ വീടിന്റെ തൊട്ടടുത്ത് പ്രദീപ് എന്നുള്ളൊരു സുഹൃത്തുണ്ട്. എന്റെ സുഹൃത്താണ്. അറിയോ? അന്നറിയത്തില്ലല്ലോ. അപ്പൊ ഞങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്, അല്ലേ? ജനങ്ങൾ, നമ്മളെ മനസ്സിലായി, പ്രേക്ഷകർക്കല്ല, പല മീഡിയക്കാർക്കും നമ്മൾ അറിയാവുന്നത് കൊണ്ടാണ് നമ്മളെ പുറകെ ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ എന്റെ കൂട്ടുകാരൻ പ്രദീപിന് ആർക്കും അറിയത്തില്ലല്ലോ, അവന്റെ പുറകെ ആരും നടക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി മാറി എന്ന് വരുമ്പോൾ നമ്മുടെ സന്തോഷമേ ഉള്ളൂ. എനിക്ക് അതാ ഞാൻ ചോദിച്ചു വന്നത്, ആയി മാറുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ടാണോ ആളുകൾ അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചതാ. ആൻഡ് സെന്തിൽ, പിന്നെ എങ്ങനെയുണ്ട് ഇപ്പം പുതിയ കമ്മിങ് മൂവീസിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സും ഇതിനെ പറ്റിയുള്ളതൊക്കെ ഒന്ന് പറയും. ഇപ്പോ ഇടിമഴക്കാറ്റിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇടിമഴക്കാറ്റിന്റെ റിലീസിങ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വളരെ ഒരുപാട് പ്രതീക്ഷയുള്ളൊരു പടമാണ്. കാരണം എനിക്ക് എൻ്റെ കരിയറിൽ കിട്ടിയ ഏറ്റവും മികച്ച ക്യാരക്ടറുകളിൽ ഒന്നായിട്ട് ഞാൻ കാണുന്ന ഒന്നാണ്. കാരണം പോലീസ് വേഷങ്ങൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തതയുള്ളൊരു പോലീസ് കഥാപാത്രമാണ് ഇതിനകത്ത്. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് സ്ലാങ് ആണ്, പാലക്കാടൻ സ്ലാങ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് പാലക്കാടൻ സ്ലാങ് ഒന്ന് ട്രൈ ചെയ്യുന്നതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ അതിലുപരി ഈ കഥാപാത്രം എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഭയങ്കര അപകർഷതാബോധമൊക്കെ ഉള്ള, ഭയങ്കര കോംപ്ലക്സ് ഉള്ളൊരു മനുഷ്യനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന ഒരു പടങ്ങളിൽ ഒന്നാണിത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോർമലി ഒരു മൂവി ഇറങ്ങാൻ നേരത്ത് എല്ലാവരും നമ്മുടെ ഈ കളക്ഷൻ പറയുമല്ലോ, ഇനി ഇത്രയും രൂപയാണ്, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും പറയും, ഇത്രയും കളക്ഷൻ വരണം എന്നൊക്കെയുള്ളൊരു ചിന്ത ഒക്കെ പറയുമല്ലോ. ഇപ്പം അതാണ് മെയിൻ ഒരു ഹൈലൈറ്റ് എന്നാലും ഞാൻ പറഞ്ഞു, ഇത്ര ക്രോർ ക്ലബ്ബിൽ വന്നു അല്ലെങ്കിൽ ഇത്രയും ലക്ഷം ഞങ്ങൾ ഇതാക്കി എന്നുള്ളത്. അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ ഞാൻ സാറിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ സാർ വെറുതെ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുന്നത്, ഒരു പ്രൊഡ്യൂസർ പോയിന്റ് ഓഫ് വ്യൂ. ഇപ്പോൾ നമ്മളൊരു ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ലെറ്റ് ഇറ്റ് ബി ഒരു എമൗണ്ട്, ഒരു 20 കോടി ഞാൻ പറയാം. നമുക്ക് അതിൽ നിന്ന് എത്ര രൂപ വന്നു കഴിഞ്ഞാലാണ് ആ ഒരു സിനിമയിൽ നിന്ന് ഓക്കെ എനിക്ക് ആസ് എ പ്രൊഡ്യൂസർ ലാഭം വന്നു എന്നൊക്കെ പറയാം? 20 കോടി 1 രൂപ. 20 കോടി 1 രൂപ വന്നാലും ലാഭമാണ്. അല്ല എന്നാലും അത് ചേട്ടൻ പറയുമ്പോ ഞാൻ ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രീതിക്ക് പറയുമ്പോൾ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് എടുത്തതാണ്. പൈസ കേരളത്തിലെ ജനങ്ങൾ തരണ്ടേ? സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു, സിനിമ കണ്ട് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് മെയിൻ. അവരെ പൈസ കൊണ്ട് കാണുന്ന സിനിമക്കുള്ളൊരു മൂല്യം ഈ സിനിമക്കുണ്ട്. തിയേറ്ററിൽ കയറി നല്ലൊരു റിപ്ലൈ ആയിപ്പോയി ഞാൻ ചോദിച്ചത് കേട്ടോ. അത്രേ ഉള്ളൂ, ആ മൂല്യം അനുസരിച്ചല്ലേ തരിക, അത്രേ ഉള്ളൂ. അതാണ് എല്ലാവരും കൂടുതൽ. ബിക്കോസ് അല്ല, ഞാൻ പൊതുവെ എല്ലാവരും നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും സംസാര വിഷയം ഇതാണല്ലോ, ഇത്ര കോടി ഇതാണ്, ഇത്ര കോടിയാണ് ഈ സിനിമയ്ക്ക്, ഈ ക്ലബ്ബിൽ കയറിയോ ആ ക്ലബ്ബിൽ കയറിയോ, അതുകൊണ്ട് അതിനെപ്പറ്റി എടുത്ത് ചോദിച്ചതാണ്, വേറെ ഒന്നല്ല. ഇതെല്ലാം പറയുമ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ആണ് എല്ലായിടത്തും നടക്കുന്നത്. ഈ ഇടയ്ക്ക് ഞാൻ കണ്ട ഒരു സംഭവമാണ്, ആസീസ്ക പിൻട്രസ്റ്റ് ബിജു മേനോൻ ചേട്ടന് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് ബിജു മേനോൻ ചേട്ടൻ ഓൾറെഡി എനിക്ക് പറഞ്ഞു അങ്ങനെയായിരുന്നു സംഭവം. ഞാൻ അറിഞ്ഞത് നേരെ തിരിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ അതെന്തായിരുന്നു സംഭവം? അല്ല, ഞാൻ ബിജുന്റെ കാണിച്ചു ആ ആപ്പ്. ബിജുട്ടൻ പറഞ്ഞു എന്റെ ഉണ്ടോടാ, കാരണം പുള്ളി എന്നെക്കാളും ഉസ്താദാണ്. കാരണം ബിജുട്ടൻ വീട്ടിൽ ഷൂട്ടില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ പരിപാടികളുണ്ട്, വെൽഡിങ്, അത് പെയിന്റ്, മറ്റേ ആ പുള്ളിയുടെ ഒരു ക്രൈസ് ആണത്. ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുക, ചെയറൊക്കെ ഉണ്ടാക്കും പല ഡിസൈനില്. സ്റ്റുഡിയോ, ഒരു സ്റ്റുഡിയോ ബിജുട്ടന്റെ പണിഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ നാട്ടില്. സെൽഫായിട്ട് തന്നെ അല്ല, സെൽഫല്ല, അതിലും കുറെ ഡിസൈൻ സാധനങ്ങൾ ഐഡിയ ഒക്കെ പുള്ളിയും ചെയ്യാറുണ്ട്. പുള്ളിയുടെ എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്, വെൽഡിംഗ് മെഷീൻ, മറ്റേത് എല്ലാ സംഭവങ്ങളും. അതിങ്ങനെ എവിടെയോ കണ്ടു, അങ്ങനെ ചേട്ടൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, എന്നിട്ട് ഇങ്ങനെയാണ് ഒരു മറുപടി എന്നതെന്ന് പറഞ്ഞത്. ഗൗരിയോട് എനിക്കൊരു കാര്യം, ഇപ്പൊ കോൺസേർട്സിന്റെ കാലമാണ്, നിങ്ങളൊക്കെ കാണാറുണ്ടായിരിക്കുമല്ലോ. കോൺസേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായകർ കോൾപ്ലേ, ഞാൻ ഒരു വീഡിയോ പെട്ടെന്ന് കണ്ടേ, എനിക്ക് ഒരു പാട്ടും അറിയില്ല കോൾപ്ലേയുടെ, എന്നാലും ഞാൻ പോയി അവിടുത്തെ ആ ഒരു ആംബിയൻസ് കോൺസേർട്ട് കാണാൻ വേണ്ടി. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഉയരെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് SHന്റെ അവിടെ. അപ്പോൾ ഞാൻ അഞ്ജു ജോസഫ് ഞങ്ങളുടെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്, ഞാൻ കോൺസേർട്ട് ചെയ്യുമ്പോൾ ആവേശം കയറിയിട്ട് നമ്മൾ ഈ ഷർട്ട് ഒരു കറക്കണമൊക്കെ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ കാരണം അതൊന്നും ചിന്തിക്കാറേ ഇല്ല എന്ന് പറയും.
പക്ഷെ ഗൗരി അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഡ്രസ്സിങ്ങിലാണെങ്കിലും ഈ പറയുന്ന പരിപാടികൾ യു എൻജോയ് ടു ദ കോർ, അങ്ങനെ വേറെ ഒന്നും ചിന്തിക്കില്ല. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതായത് കോൺസേർട്സ് വരുമ്പോൾ ആ ഒരു ലെവൽ ഓഫ് എന്താ പറയുക, ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ഹൈ ഉണ്ടല്ലോ, അതിനെ എങ്ങനെ കാണുന്നു? ഇല്ല, നമ്മൾ ചെയ്യുന്ന ജോലി സന്തോഷമായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ February 13th മുതൽ കോൺസേർട്സിന് ബ്രേക്ക് എടുക്കുകയാണ്. February 13 മുതൽ ഇൻഡെഫിനിറ്റ് ബ്രേക്കാണ്. അപ്പോൾ ഇഷ്ടമുള്ളപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്യുന്നു. അത് കുറച്ചാണെന്നെങ്കിൽ മാറിയിരിക്കുന്നു. അതിലങ്ങനെ എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമോ, ഇതെനിക്ക് ചെയ്യാൻ, എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാറില്ലെന്ന് സ്വന്തമായിട്ട് ഞാൻ അങ്ങനെ എന്താ ചെയ്യാൻ തോന്നുന്നത് ചെയ്യും. വേറെ ആർക്കും ഡാമേജ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇത് പറഞ്ഞപ്പോൾ വലിയൊരു പോയിന്റാണ്. ഗൗരിയുടെ ഒരു സോങ്ങിന് കുറേ ആളുകൾ ഈ ഇടയ്ക്ക് ട്രോൾസ് ഉണ്ട്, നല്ല രീതിയിൽ പറയുന്നുണ്ട്. അതിനെപ്പറ്റി എന്ത് തോന്നുന്നു, മുറിവിനെ പറ്റിയിട്ട്? അതായത് അല്ല, ബിക്കോസ് ഞാൻ ആ ഒരു പാട്ടിനെ പറ്റി നോക്കുമ്പോൾ പലരും പല രീതിയിലാണ് അഭിപ്രായം പറയാം. ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ അച്ഛൻ എഴുതിയേക്കുന്ന കണ്ടു, അതിൻ്റെ വരികൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അത് എത്രത്തോളം ആയതുകൊണ്ടെന്ന്. എന്നാൽ ചിലർ വെറും തുടക്കം മാത്രം ഇട്ടിട്ട് അതിന് ട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ തോന്നുന്നത്? മീൻസ് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്, ഇത്രമാത്രം ഇത് ചെയ്യുന്ന ആൾക്കാർ? അല്ല, ഇനിയിപ്പോൾ ഞാൻ ജനങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല. അവർ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ കുറേ പേര് വളരെ പ്രൊഡക്റ്റീവായിട്ട് എന്താ പറയുക, വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതല്ല, വളരെ പാത്തറ്റിക് ആയിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാണ് ഭയങ്കരമായിട്ട് പുറത്തേക്കും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ പറയാൻ കാര്യങ്ങളൊന്നുമില്ല. അവരവരുടെ എന്താ പറയുക, ഒരു ലൈഫിൻ്റെ സ്ഥലത്തുനിന്ന് അവരവർ ഇത് പുറത്തോട്ട് തുപ്പുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന, ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബുള്ളിങ് ആയിട്ടുള്ള ഹെയ്റ്റ് സ്പീച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ ഇടുന്ന ആളുകളുടെ ലൈഫിൻ്റെ അവസ്ഥയെക്കുറിച്ച് അങ്ങനെയാണ്. അതങ്ങനെ ഒരുപാട് പറയാനോ കാര്യങ്ങളൊന്നും ഇല്ല അതിൽ. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യും, ഒപ്പോസ് ചെയ്യുന്നവർ ഒപ്പോസ് ചെയ്യും. താങ്ക് യു. ഞാനത് എപ്പോഴും ഇങ്ങനെ നോക്കി കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ, അതെന്താ അങ്ങനെ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ, വാട്ട് ഡു യു ഹാവ് ടു സേ എന്നുള്ളത് അതുകൊണ്ട് ചോദിച്ചതാണ്. ഇതിൽ ചെയ്ത സോങ്സിനെ പറ്റിയിട്ടൊന്ന് പറയൂ. ഈ മൂവിയിൽ 3 പാട്ടാണുള്ളത്. 3 പാട്ടും സ്കോറുമാണ് ചെയ്തിരിക്കുന്നത്. 3 പാട്ടിലിപ്പം കാത്തിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഒരു ദുഃഖം പാട്ടാണ്, ലവ് സോങ് ആണ്, പക്ഷെ ഒരു സാഡ് ടോണുള്ള പാട്ടാണ്. അതാണിപ്പം കുറച്ച് 2-3 ദിവസം മുന്നേ റിലീസായത്. ഫീമെയിൽ, അത് പാടിയിരിക്കുന്നത് ഞാൻ തന്നെയാണ്. മ്യൂസിക് ലിറിക്സ് ആൻഡ് പാടിയിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഫസ്റ്റ് റിലീസ് ആ പാട്ടാണ്. 2 പാട്ടിലും കൂടെ വരാനുണ്ട്. പിന്നെ നമ്മൾ സിനിമയിൽ നോക്കുവാണെങ്കിൽ വലിയൊരു കാസ്റ്റ് തന്നെയുണ്ടല്ലേ. നോക്കിയാൽ ശ്രീനാഥും ഉണ്ട്, ചെമ്പച്ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. മൊത്തത്തിൽ അവരെ പറ്റിയൊക്കെ ഈ ഒരു സമയത്ത് പറയാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരെ പറ്റിയും കൂടി ഒന്ന് പറയും, സിനിമയുടെ ഭാഗമായതിനെ പറ്റി. കാരണം ഇതിനകത്തുള്ള ക്യാരക്ടർ എല്ലാവരും, ഇപ്പോൾ ശ്രീനാഥായിരുന്നാലും ചെമ്പൻചേട്ടനായിരുന്നു. ഇപ്പോൾ ചെമ്പൻചേട്ടനൊക്കെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള പോലെ, കാരണം ചെമ്പൻചേട്ടൻ ചെയ്തിട്ടുള്ള സിനിമയും അല്ലെങ്കിൽ ഭാഷാശൈലി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ അല്ലെങ്കിൽ ചാലക്കുടി, നമ്മുടെ അങ്കമാലി, പക്ഷെ ഇതിനകത്ത് ഞെട്ടിച്ചളഞ്ഞു ചെമ്പൻചേട്ടൻ. പാലക്കാട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ട് എനിക്കെന്തോ നിങ്ങൾ ഈ പാലക്കാട് സ്ലാങ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഉദാഹരണം പറയോ പാലക്കാട് സ്ലാങ്ങിന്റെ വരുന്നത്? എനിക്ക് പെട്ടെന്ന് പറഞ്ഞ ഒരു സീരീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ ഞാനൊരു പാലക്കാട് പക്കാ സ്ലാങ് കണ്ടത്. നമുക്ക് എടുത്തു പറയാനുള്ള നിങ്ങൾക്ക് എന്താണ് ഒരു അങ്ങനെ? പാലക്കാട് ഭാഷ സിനിമയിൽ പക്ക, ഞങ്ങൾ എല്ലാവരും പക്ക പാലക്കാട് ഭാഷ എന്ന ആ രീതിയിലല്ല. ഇപ്പൊ ഞാൻ വേറൊരു ടൈപ്പ് പാലക്കാടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു ജില്ലയിൽ പല സ്ഥലത്തും ആൾക്കാർ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, പല വ്യത്യാസം ഉണ്ടാവുമല്ലോ. അത് ഈ സിനിമയ്ക്കകത്തുള്ള പാലക്കാട്ടിലുള്ള പല ഏരിയയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോ പല രീതിയിലാണ് മനഃപൂർവ്വം ചെയ്തല്ല, സംഭവിച്ചു പോയതാ. ഈ വള്ളുവനാടൻ ഭാഷ വരുന്ന പോലത്തെ അതാണോ പറയുക? വള്ളുവനാടൻ ഭാഷ പാലക്കാട് നമ്മൾ സിനിമയിൽ ഉപയോഗിച്ച് ഒരു ഡയലോഗ് വെറുതെ ഒന്ന് പറയാം. മന്ദാകിനി, ഞാൻ ഉണ്ടാക്കിയ വാഴക്ക ബജിയാണേ, ഒന്ന് കഴിച്ചു നോക്കൂ. അങ്ങനെ ഒരു ഇതാണ്. അതപ്പോ എല്ലാവരുടെയും തന്നെ വരുന്നത്? അല്ലല്ല, എല്ലാവരുടെയും. എന്റെ വേറെ രീതിയിലായിരിക്കും. ഞാൻ അവസാനം മാത്രമേ പറയാൻ പറ്റാതെ വന്ന, ബാക്കിയെല്ലാം ട്രിവാൻഡ്രം ഇട്ടിട്ട് മന്ദാകിനി നീ വന്ന് തിന്നിട്ട് പോടി. അവരുടെ ക്യാരക്ടർ പാലക്കാട് ഭാഷയാണ് സംസാരിക്കുന്നത്. പാലക്കാട് ചിലരുടെ ഇങ്ങനെ എന്താ ഒരു എന്താ നമ്മൾ ഈ ഒരു അത് എന്താച്ചാ പറയാന്ന് പറഞ്ഞാൽ തൃശ്ശൂരാ. അത് ചെമ്പൻചേട്ടനായിരുന്നാലും ഫാസി ബ്രോ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം.
പിന്നെ ശരൺജിത്ത് ശരൺജിത്ത് ചെയ്യണ മലപ്പുറം അല്ല തൃശ്ശൂർ തൃശ്ശൂര് തൃശ്ശൂർ. ഓക്കെ. സുധീ കോപ്പ ചെയ്തിരിക്കുന്നത് മലപ്പുറം. അങ്ങനെ ഒരു സ്ലാങ്ങിന്റെ ഒരു സ്ലാങ് ഡിഫിക്കൽറ്റി ആയിരുന്നു മെയിൻ. അല്ല ഒരു പെൺകുട്ടിയുടെ യാത്രയാണ് ഈ ജില്ലയിലുള്ള ഈ ആൾക്കാരുടെ പോകുന്ന ഈ ഭാഷയിലുള്ള എല്ലാ ജില്ലയിലല്ല, ഈ ജില്ലയിലുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ആയതുകൊണ്ടാണ്. പക്ഷെ പാലക്കാടാണ് പാലക്കാട് മെയിൻ സെന്റർ എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ലാസ്റ്റ് പാലക്കാട് കൊണ്ടങ്ങ് ഇടും. ഇടി മഴക്കാറ്റ്. ഇതെല്ലാം ഇപ്പൊ ഞാൻ ഈ ആദ്യം തൊട്ടേ പറഞ്ഞായിരുന്നു, അസീസിക്ക എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുന്നത് ഏറ്റവും ഇതുവരെ ഉണ്ടായ സെറ്റുകളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് ഏതാ? എല്ലായിടത്തും ഞാനിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെറ്റ്, അവിടുത്തെ എന്തെങ്കിലും ഒരു വിശേഷം നമ്മളോട് പറയുന്നത്. എല്ലായിടത്തും ഭയങ്കര ഹാപ്പിയായിരുന്നു. എന്നാലും എന്തെങ്കിലും ഇപ്പം ജയയുടെ ആണെങ്കിൽ നിങ്ങൾ ഈവനിങ് കളിക്കാനൊക്കെ പോകുന്ന കഥയൊക്കെ അങ്ങനെ കുറെ മൊമെന്റ്സ് ഉണ്ട്. ഇപ്പൊ വാഴയാണെങ്കിൽ അങ്ങനെ ഒരു മൊമെന്റ്സ് ഉണ്ട്. കണ്ണൂർ സ്കോഡ് ആണെങ്കിൽ മമ്മൂക്കയുടെ കൂടെയുള്ള മൊമെന്റ്സ് അല്ല, അത് ഭയങ്കര ഒരു സത്യം പറഞ്ഞ ഗോഡ് പ്രോമിസ് തന്നെയാണ്. അത് നമുക്ക് കിട്ടും. നമ്മള് പണ്ടുപോലെ പപ്പ, ഞാൻ ഇതിൻ്റെ അടുത്ത് പറഞ്ഞാ പപ്പയുടെ സ്വന്തം അപ്പൂസും വാത്സല്യവും ഈ സിനിമ നമ്മളെ TV കണ്ട നമ്മൾ അത് ദൂരദർശനിൽ പണ്ട് ഞങ്ങൾ സിനിമ കാണുന്നത് തന്നെ ഞങ്ങളുടെ നാട്ടിൽ ശനിയും ഞായറും പൈസ ഞങ്ങളുടെ ഏരിയയിൽ പിരിവെടുത്ത് മറ്റേ VCR ഇട്ട് അവിടെ ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും വരും കാണാൻ. അവിടെയുള്ള ചേട്ടന്മാർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ പപ്പയുടെ സ്വന്തം അപ്പൂസൊക്കെ കണ്ടു. അല്ല ആ സ്ഥലത്ത് നിന്ന് നമ്മൾ പുള്ളിയുടെ വരിക എന്നൊക്കെ സത്യം. അത് ഒന്ന് ഞാൻ കേട്ടിരുന്നത് സുരേഷ് ചേട്ടന്റെ കൂടെ, സുരേഷ് ചേട്ടനെ കാണാൻ വേണ്ടി പോയിട്ട് എവിടെയാ ഒരു കയ്യിലൊരു മുറിവൊക്കെ ഉണ്ടാവും, ഞാൻ വായിച്ചിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിൽക്കാലത്ത് പുള്ളിയുടെ വർക്ക് ചെയ്തില്ലേ. പിന്നെ അത് ഇതൊക്കെ പറയുമ്പോ ഇൻസ്റ്റാഗ്രാമിന്റെ ഉള്ളിൽ ഇപ്പോൾ ഉള്ള ഒരു ഇതാണ്, ഞാൻ പാർട്ട് ഓഫ് ദ ഫിലിം വിച്ച് വോൺ കാൻസ് അവാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര അഭിമാനമുള്ള ഒരു നിമിഷം തന്നെയായിരിക്കും. ഇതൊക്കെ സംഭവിച്ചു പോകുന്നത്, ഈ ഭൂമി കറങ്ങുന്നത് പോലെ സംഭവിച്ചു പോകുന്നത്, മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ല. അത് പറഞ്ഞു വന്നോണ്ടിരുന്നപ്പോ ഞാൻ എനിക്കൊരു 2-3 ലൈൻ ഇങ്ങനെ കണ്ടു. അപ്പൊ ലൈൻ ബിക്കോസ് അത് ഇന്നത്തെ കാലത്ത് പ്രസക്താണ്. മുറിവെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് പറയുന്നത് എനിക്ക് വയസ്സ് 22, ഓരോ സെക്ഷനായിട്ടാണ് പറയുന്നത്. എന്നാലും പാടുപെട്ട് നേടിയൊരു തൊഴിലെനിക്ക് ദൈവം കണ്ടറിഞ്ഞ് നിന്നാലോ മീൻസ് ആ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്. ഇന്നെല്ലാ മീൻസ് ഒരു ടൈം വരെ നമ്മൾ നമ്മുടെ വർക്ക് ഏരിയയിലും ഒക്കെയുള്ള ഒരു ഡിഫറൻഷിയേഷനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയെല്ലാം പറയുന്നതാണ്. ഹൗ ഡു യു സീ, ഈസ് ദർ എനി ചേഞ്ച്? എന്തെങ്കിലും മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ടോ? ഞാനത് മാറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മാറ്റം ഓരോ മൊമെന്റിലും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറ്റം ഇല്ലാതെ ഫ്രീസ് ആവുന്ന ഒരു സ്റ്റേറ്റ് ഒരിക്കലും ഇല്ല. ഓരോ സെക്കൻഡിലും മാറ്റം നടന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ കുറച്ച് മുകളിലേക്ക് പോകും, താഴേക്ക് പോകും. അതൊരു സൈക്കിൾ പോലെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കൂടുതൽ അവയർനെസ് വരുന്തോറും കൂടുതൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ബോധവൽക്കരണവും അല്ലെങ്കിൽ കൂടുതൽ മനുഷ്യന്മാരെ എംപത്തറ്റിക് ആവും തോറും അല്ലെങ്കിൽ കൂടുതൽ ബാക്കിയുള്ള കാര്യങ്ങൾ മാറ്റി വെച്ച് ആർട്ടിൽ പാഷനറ്റ് ആവും തോറും എല്ലാവർക്കും ഇവിടെ വർക്ക് ചെയ്യാനുള്ള സ്പേസും കുറച്ചുകൂടി ഫെയർ ആയിട്ടുള്ള എന്താ പറയുക ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റും എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പേഴ്സണലി എനിക്ക് ഈ ഒരു പടത്തിൽ എനിക്ക് തോന്നുന്നു അവസാനം വരെ ഒരു ഭാഗമായിരുന്നൊരു വലിയ കാരണം എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് വളരെ ചെറിയൊരു ക്രിയേറ്റീവ് സ്പേസിൽ മാത്രം എനിക്ക് എൻ്റെ ഷൂട്ടിൻ്റെ കാര്യങ്ങൾ അറിയില്ല. ഒരുപാട് വർഷങ്ങളെടുത്ത് ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് ലേറ്റായി വളരെ കുറേ ആളുകൾ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ്, ഒരു ചെറിയൊരു സിനിമയാണ്. അപ്പം ഒരു ചെറിയൊരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. അപ്പം തുടക്കം മുതൽ എൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്ന പടം ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള പാട്ടുണ്ടാക്കുക എന്നുള്ളതും ഷൂട്ട് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. എന്നാലും ഇപ്പം മെയിനായിട്ടും ഡയറക്ടറാണെങ്കിലും അല്ലെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആരൊക്കെയാണോ മൂവിയുടെ ഭാഗത്തു നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുള്ളത്, നമ്മളുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്, നമ്മളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ടുള്ളത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസിന് ജോലി ചെയ്യാൻ പറ്റി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്കൊന്ന് അവസാനം വരെ എനിക്കിതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റിയതും. അല്ലെങ്കിൽ നിൽക്കൂല ഞാൻ. അതൊരു തരത്തിലുള്ള അത് നല്ലൊരു കാര്യം. ഞാൻ പറഞ്ഞ അത് അങ്ങനെയുള്ള എൻവയോൺമെന്റ് ഉണ്ടാവുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അസീസ്ക എപ്പോഴും പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഇൻസ്റ്റാഗ്രാമിൽ ഓരോ കാര്യങ്ങളും. അപ്പം ഞാൻ കണ്ടു ഇതിൻ്റെ ഉള്ളിൽ പോലീസ് വേഷമല്ലേ ശരിക്കും. അപ്പം എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു സെൽഫി കണ്ടിരുന്നല്ലോ, ഇങ്ങനെ സ്പെക്സ് ഒക്കെ വെച്ചിട്ട് ഇടിമിന്നൽ എന്ന് പറഞ്ഞുകൊണ്ട്, ഓർക്കുന്നുണ്ടോ?
ഒരു അടുത്ത്. അപ്പൊ ഞാനിങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അത് 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 വേറെ പറ. അയ്യോ അത് വേറെ പറ. അത് ഇനി വേറെ. കുറച്ച് കാലത്ത് ഇടിയും മിന്നലും കാറ്റൊക്കെ തന്നെയാണ്. ഈ അടക്കം ഞാൻ അതേമാതിരി ഇപ്പം മൂവീസ് വരുമ്പോൾ നമ്മളിപ്പം സാറ്റലൈറ്റിൽ ഇപ്പം ടി വിയിൽ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ആളുകൾ ഇരുന്ന് കാണുന്നത് കുറവാണ് അല്ലേ. നമ്മളിപ്പോൾ ഏഷ്യാനെറ്റിലാണെങ്കിലും സൂര്യയിലൊക്കെ ആണെങ്കിൽ കുത്തിയിരുന്ന് കാണുന്നത് വളരെ ചുരുക്കമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒ ടി ടിയിലേക്ക് സിനിമകൾ ഇപ്പം അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ഒ ടി ടിയിലേക്ക് നേരത്തെ കോവിഡിൻ്റെ സമയത്ത് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നു. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? പേ പെർ വ്യൂ ആണ്, മീൻസ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്? ഒ ടി ടിയിലേക്കൊക്കെ നമ്മൾ സിനിമകൾ പോവുകയാണെങ്കിൽ ഇത് പേപ്പർ വ്യൂ ഉണ്ട്, ആണ് പിന്നെ ഒരു ടോട്ടൽ എമൗണ്ട് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെയാണ്. നല്ല രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ ഉണ്ടോ? ഇല്ല, അങ്ങനെ ടെൻഷനൊന്നുമില്ല. ടെൻഷനൊന്നുമില്ല. എനിക്ക് ഈ മനസ്സിലാക്കാൻ OTT ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ ഫിലിം ക്രിയേറ്റർമാർ അല്ലെങ്കിൽ ഡയറക്ടർ എല്ലാവരും ടീമിനും ആക്ടേഴ്സിനും എല്ലാവർക്കും ഒരു ഭയങ്കര ഡൗട്ടാണ് ഇപ്പോൾ. ഇപ്പം നമ്മുടെ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഹിറ്റാവുന്ന പല സിനിമകളും OTT വലിച്ചു കീറാറുണ്ട്. ഒരുപാട് സിനിമ. പിന്നെ തിയേറ്ററിൽ ഹിറ്റാവാത്ത പല പടങ്ങളും OTT ഭയങ്കരമായിട്ട് ഹിറ്റാവുന്നു. ഇപ്പം ഇത് എന്താണ് സംഭവം എന്ന് ഒരു ഭയങ്കര ഡൗട്ടായിരിക്കട്ടെ. എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു, കാരണം ചില പടങ്ങൾ മാത്രമേ രണ്ടിടത്തും ഒരേപോലെ ഇഷ്ടപ്പെടുന്നുള്ളൂ. ഭയങ്കരമായിട്ടല്ല ഹറാസ് ചെയ്തളായി OTT ഇറങ്ങുമ്പോൾ, ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്ത് പല നടന്മാർ നമ്മളെ ഒരുപാട് പേരാ നല്ല അഭിപ്രായം പറഞ്ഞ സിനിമകൾ വരെ OTT വരുമ്പോൾ ഇപ്പൊ എവിടെ എന്താണ് കൊടുക്കേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ്. അത് റിവ്യൂസ് പറഞ്ഞപ്പോൾ ഞാൻ ഒരിടത്തൊരു പ്രതികരണം കണ്ടിരുന്നു. ഇവരെല്ലാം ഈ എത്ര ചെറിയ സിനിമയാണെങ്കിലും എത്ര വലിയ സിനിമയാണെങ്കിലും അതിനെപ്പറ്റി റിവ്യൂ ഇട്ട് ഇതാക്കുന്ന അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത്, അത് അതിനോടുള്ള വലിയൊരു ഉത്തരം തന്നെയാണല്ലേ. വെൻ OTT വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവം ഭയങ്കര കൺഫ്യൂഷനായി പോയി. കാരണം നമ്മളെ പടത്തിന്റെ പേര് പോലെ ഇടിമഴക്കാറ്റ് തലയിൽ എന്താണെന്ന് ഭയങ്കര ഡൗട്ട്. കാരണം തിയേറ്ററിലൊക്കെ ഭയങ്കര അഭിപ്രായം നടന്ന പല താരങ്ങളും നടന്മാരെയും സഹപ്രവർത്തകരെയും OTT ഇറങ്ങുമ്പം വ്യക്തിഹത്യ ചെയ്യും, ഭയങ്കര ഹറാസ് ചെയ്താണ്. കാരണം അത് എന്താ ഐഡിയ കിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ അല്ല. അത് പറയുമ്പോൾ ഞാൻ സെന്തിലിനോടും കൂടി ഞാൻ ചോദിക്കുകയാണ്, ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ആൾക്കാർ? ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം നിങ്ങൾ ആ ഒരു TV ഇതിലിരുന്ന് കഴിഞ്ഞപ്പോൾ വീട്ടിലെ അമ്മമാരാണെങ്കിലും അച്ഛൻ ആ ഒരു സമയത്ത് നമുക്ക് തന്നിരുന്ന സ്നേഹം വേറൊരു തരത്തിലാണ്. അപ്പോൾ നിങ്ങളെയൊക്കെ കാണുമ്പോഴാണെങ്കിലും അതിൽ ഇങ്ങനെ ചെയ്യുന്ന ചേട്ടൻ എന്ന് പറഞ്ഞ് കണ്ടു വന്ന് സംസാരം. എന്നാൽ കൂടുതലും നമുക്ക് നെഗറ്റീവ്സ് തന്നെയാണ് അല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ എങ്ങനെ കാണുന്നു? ഇപ്പോൾ ആൾക്കാരുടെ അപ്രോച്ച് മാറി. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും അത്ര സജീവമല്ലായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ന് സിനിമയിൽ വരാൻ ഭയങ്കര അന്ന് ഈ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് സിനിമ അന്നേ നമ്മളെ തളർത്തി കളയുമായിരുന്നു. അപ്പൊ ഇന്നിപ്പോ കുഴപ്പം അതാണ്, നമ്മളെ അന്ന് എൻകറേജ് ചെയ്യും ഭയങ്കരമായിട്ട്. എല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തു. ഇന്ന് ചിലർ മനഃപൂർവ്വം നെഗറ്റീവ് പറഞ്ഞ് ഡൗൺ ആക്കും. ഭയങ്കര അത് കൂടിയിട്ടുണ്ട് അല്ലേ നെഗറ്റീവ് വ്യക്തിഹത്യ. അത് നിങ്ങളെല്ലാം പേഴ്സണലി, ഞാൻ എല്ലാവരോടുമായിട്ടാണ് ചോദിക്കുന്നത്, പേഴ്സണലി ഈ വ്യക്തിഹത്യ ചെയ്യപ്പെടുന്നത് നിങ്ങളെ എത്രത്തോളം അഫക്റ്റ് ചെയ്യാറുണ്ട്? അല്ല നമ്മൾ അതിന്റെ വേദനയാണ് ഇപ്പം പറഞ്ഞത്. വ്യക്തിഹത്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര, കാരണം അത് ചെയ്യുന്ന അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, ഫാമിലി, അച്ഛൻ, അമ്മ, ഇവരെല്ലാവരും കാണല്ലേ. നമ്മൾ ഒരാളെ വ്യക്തിഹത്യ പറയാം, അഭിപ്രായമാണ്, സിനിമയുടെ അഭിപ്രായം പറയുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള അവകാശം. എല്ലാവർക്കും ആവശ്യമുണ്ട്. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ പറയാം. നമ്മൾ പറയാം, നമ്മൾ പൈസ കൊടുത്ത് കാണുന്നില്ല അല്ലേ, ഏത് പറയാന്നല്ലേ, കൊള്ളത്തില്ലെന്ന് പറയാം. പക്ഷെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല. വ്യക്തിഹത്യ ആഴമല്ല. എന്താ ഒരു ഇടിമഴക്കാറ്റ് പോലെ ഒക്കെ പോകുന്നു ഈ ഭൂമിയിൽ ഇപ്പോൾ എല്ലാവരും. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് അനുമോൾ ഒരു റിയാക്ഷൻ കൊടുക്കുന്നത്, എനിക്ക് ആസീസിക്കാണ് എൻ്റെ ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ഒരു സംഭവം, അനുമോൾ ഇങ്ങനെ പറഞ്ഞത് അതിനെന്താ അസീസ് ബെൻസ് വണ്ടിക്ക് വന്നിറങ്ങിയെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഈ ഒരു അതൊരു വ്യക്തിഹത്യ അല്ലേ? അതെല്ലാം ഒരു സിറ്റുവേഷൻ. എനിക്കറിയില്ല, ചിലപ്പോ മറ്റേ നമ്മുടെ ഇത് നമ്മൾ ആരും പ്രേക്ഷകരെ കുറ്റം പറയില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാ. ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ഹിന്ദി ബോളിവുഡിലേക്കാണ് താരങ്ങൾ എയർപോർട്ടിൽ പോകുമ്പോഴും എന്ന് പറഞ്ഞാൽ അവർ പിടിച്ച ഒരു ഫോട്ടോ എടുക്കും. ഇപ്പൊ ഹിന്ദിയിലാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ സത്യം പറഞ്ഞ ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥ. സത്യം പറഞ്ഞ നമ്മളന്ന് എവിടെ പോയാലും 40 ഈ പട്ടാളക്കാരൊക്കെ ഒളിച്ചിരിക്കും പോലെയാണ്
മരത്തിന്റെ ഇടയിൽ കൂടെയൊക്കെ ക്യാമറ ഇങ്ങനെ പല കട്ടുകളല്ലേ കിട്ടുന്നത്. നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് തലേരെ കട്ട്, കാലിന്റെ കട്ട്, ഭയങ്കര BGM ഒക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പാണ് ഇപ്പം പിടിക്കുന്നത്. എവിടെ പോയാലും അത് എന്താണ് കാരണം എന്ന് അറിയാം. പിന്നീട് എനിക്ക് വിഷമം ഉണ്ടായത്, ഞാൻ എൻ്റെ ഇൻസ്റ്റ നോക്കി നമ്മളൊരു പയ്യനാണ് പ്രദീപ് എന്ന് പറയും, ഞാൻ നോക്കാതെ പോലും ഇല്ല. ഇല്ലല്ല. അപ്പോഴ് അവൻ ഇങ്ങനെ ഒരു കമന്റ് കണ്ട് ഇങ്ങനെ ഒരു സാധനം വന്നു. ഞാൻ പറഞ്ഞടാ എന്താണത്. അങ്ങനെ വൈഫിന്റെ മൊബൈലിൽ കയറി ഞാൻ നോക്കിയപ്പോൾ ബെൻസിൽ വന്നിറങ്ങി ഫസ്റ്റ് തന്നെ ഈവൻ ബെൻസിന്റെ വില കളഞ്ഞു. അപ്പം ഞാൻ മനസ്സിലാക്കി എന്താണ്, ഞാൻ അവൻ്റെ ഇതെടുത്ത് വെച്ച് ഞാൻ നോക്കി എന്തിനാ ഇങ്ങനെ ബെൻസിന്റെ വില കളയാൻ കാരണം ഞാൻ എന്താ ആരുമല്ല. അവൻ്റെ ഫോളോവേഴ്സൊക്കെ 0. ഇതെന്തെന്ന് അറിയാമോ, ഇവർ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഇവർ തന്നെ ഫസ്റ്റ് കമന്റ് ഇടും. ഈ കമന്റ് പിടിച്ചിട്ടാണ് നമ്മളെ പാവപ്പെട്ട പ്രേക്ഷകർ പോകുന്നത്. സത്യസന്ധമായിട്ട് ഈ തുടക്കം ഇവര് പല ആൾക്കാരും ഇടും. 45,000 ക്യാമറ ഉണ്ടല്ലോ ഇവര്, ആ 45,000 പേര് തന്നെ ഫസ്റ്റ് അങ്ങ് ഇടും. ഇവൻ മറ്റേ ബെൻസില്ല, മറ്റേ ബെൻസിന്റെ വില കളഞ്ഞു, അയ്യോ ഇവൻ 2 പടം കൊണ്ട് കോടികൾ നേടിയോ, എന്നിട്ട് ഇവര് തന്നെ ഇടും. അതിനെ പുറകെ പിടിച്ച് നമ്മളെ അറിയാലോ, നമ്മളെ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടൊരു സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടി പല മാളുകളിൽ നമ്മൾ പോകാറുള്ളവരാ അല്ലേ. അത് നമ്മളുൾപ്പെടെ അപ്പോഴേ പാവപ്പെട്ടവർ അവര് വെറുതെ ഇരിക്കുമ്പോൾ കമന്റ് അടിക്കും. അതാണിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല നമ്മളെ പ്രേക്ഷകർ നെഗറ്റീവ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കാണുന്ന നെഗറ്റീവിലേക്ക് പോകും. പക്ഷെ 10 പേര് പോസിറ്റീവ് ഇട്ട് നോക്ക്, പോസിറ്റീവ് കാണാൻ ആളുകൾ കുറവായതുകൊണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ അതിനെ കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഇതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ട് ആ വിഷമം മാറാൻ, ഇത് ഈ പടം ഹിറ്റ് ആകുമ്പോൾ എനിക്കൊരു ബെൻസ് എടുത്ത് തരാം. അല്ല നമ്മളെ കൂട്ടുകാരൻ്റെയാണ്, മുന്നേ പരിചയമുണ്ട്, സിനിമയ്ക്ക് മുന്നേ പരിചയമുണ്ട്, സെന്തിലൊക്കെ ആയിട്ട്. ഈ സൈക്കിൾ വാങ്ങിക്കാൻ പൈസ ഇല്ലാതാണ് ബെൻസ് വാങ്ങുന്ന അവരെ പറ്റി കുറ്റം പറയുന്നത്. അതാണ് ഒരു ചില ആൾക്കാരുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ, ചില ആൾക്കാർ മാത്രം. പ്രേക്ഷകർ തന്നെയാണ് നമ്മളെ വളർത്തുന്നത്. അല്ല പുള്ളി പറഞ്ഞാൽ കറക്റ്റാണ് കേട്ടാ. എനിക്ക് ബെൻസ് വാങ്ങാനുള്ള ഒരു യോഗ്യതയില്ല, ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന BMW ആണ്. അത് ഞാൻ വെറുതെ പറഞ്ഞു, ബുക്ക് ചെയ്തില്ല, ബുക്ക് ചെയ്യാനുള്ള ആഗ്രഹം നടക്കട്ടെ. ദൈവാനുഗ്രഹിക്കട്ടെ. എനിക്കൊരു എക്കോ സ്പോർട്ട് ഉണ്ട്, സൂപ്പർ വണ്ടിയാണ്, അടിപൊളി വണ്ടി, എന്റെ ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാണ്. ഇനി എപ്പോഴെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കട്ടെ എന്നാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഒത്തിരി സന്തോഷം ഇടിമഴ കാറ്റിന്റെ വിശേഷങ്ങൾ പറഞ്ഞതിനും. ഇടിമഴ കാറ്റ് നല്ലൊരു സക്സസ്ഫുൾ ആവട്ടെ, മ്യൂസിക് ഒക്കെ വൈഡ്ലി റീച്ച് ആവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.